ഗൈസ് എൻ്റെ മുഖത്ത് ഇച്ചിരി ഒരു ഉറക്കക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ ഉറങ്ങാമെന്നിരുന്നതല്ല. നമ്മുടെ മാച്ച് കണ്ടിട്ട് ഇടയ്ക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. പിന്നെ ഒരു കോളിംഗ് ബെല്ല് കേട്ട് പെട്ടെന്ന് എഴുന്നേറ്റുകൊണ്ട് ബാക്കി കളിയൊക്കെ കാണാൻ പറ്റി. കുറച്ച് 5 മിനിറ്റ് നഷ്ടപ്പെട്ടിട്ടുള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. എന്താണ് ഈ ഒരു മത്സരത്തെപ്പറ്റി സിംപിളി പറയുകയാണെങ്കിൽ അതാണ് എനിക്ക് പറയാനുള്ളത്. യാതൊരു വിധത്തിലുള്ളൊരു എനർജിയും ഒന്നുമില്ലാത്ത ഒരു മാച്ചാണ് കാഴ്ചവെച്ചെന്നുള്ളതാണ്. ഞാൻ മാച്ച് പ്രിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണെങ്കിലും നമ്മൾ പുറത്തായി ആ ഒരു ഇൻറ്റൻറ്റ് കാണിക്കുന്നില്ല. അത്യാവശ്യം ഈ പറഞ്ഞ യങ്സ്റ്റേഴ്സിന് ഒരു ഓപ്പർച്യൂണിറ്റി കൂടുതൽ കൊടുത്തിരുന്നെങ്കിൽ ആ ഒരു ഫൈറ്റ് കാണിച്ചേനെ. പക്ഷേ അതുമില്ല ഇതും ഇല്ലാത്തൊരു അവസ്ഥ പോലാണ് എനിക്ക് ഇന്നത്തെ ഒരു മത്സരത്തെ പറ്റി പറയാനാണെങ്കിൽ ഉള്ളത്. ഇപ്പം ഒരു റിവ്യൂ കണക്കൊന്നും പറയേണ്ടതില്ല, പക്ഷേ ഓരോ ഗോൾസിനെ പറ്റി പറഞ്ഞാലും ഇപ്പം ആദ്യത്തെ ഗോള് അത് ഹോമി ഒന്നാം തരമായിട്ട് പാർത്തിബ് വിറ്റ് ചെയ്തു. സോ ഗോളടിച്ചു. പിന്നെ ആ ഒരു ബമ്മാമറുടെ ഒരു ഗോള് അതൊരു സെറ്റ് പീസ് സിറ്റുവേഷനാണ്. അത് എന്ത് കാര്യത്തിനാണ് എനിക്കറിയില്ല. ഈ ഒരു മത്സരത്തിൽ ഞാൻ പറയാണ്, ആർക്കെങ്കിലും ഈ ഒരു പ്ലെയർ, അതായത് പ്രബീർ ദാസ് എന്ന് പറയുന്ന ഒരു പ്ലെയറെ പേഴ്സണലി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ ഉള്ളത് അറിയാം. പക്ഷേ പുള്ളിക്കാരൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഒരു അഗ്രസീവായിട്ടുള്ളൊരു RB ആണ്. പക്ഷേ പുള്ളിക്ക് ഡിഫെൻസീവ്ലി പുള്ളി കൊടുക്കുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശമാണ്. നിങ്ങൾ ആ ഒരു ജിതിൻ MS അടിച്ചിട്ടുള്ളൊരു ഗോള് നോക്കിയാലും മനസ്സിലാവും. അത് പുള്ളി സ്ഥിരം വരുത്തുന്ന മിസ്റ്റേക്കാണ്. അതായത് പുള്ളി ഇങ്ങനെ ബോൾ കാല് വെച്ചുകൊണ്ടിരിക്കും, ഇങ്ങനെ അടിക്കും, അത് ആ പ്ലെയറുടെ, അതായത് ഒപ്പണൻറ്റ് പ്ലെയറുടെ കാലിൽ തട്ടിയിട്ട് ആ പ്ലെയർ റൺ ചെയ്യും. എനിക്ക് തോന്നുന്നു ISL ഒരു 2 ഗോളെങ്കിലും മിനിമം എൻ്റെ ഒരു ഓർമ്മയിലുണ്ട്. ഇപ്പം ഞാനതൊന്നും സെർച്ച് ചെയ്ത് നോക്കിയില്ല. ഇന്നത്തെ മത്സരത്തിലും ഒരു സെയിം മിസ്റ്റേക്കാണ് വരുത്തിയിട്ടുള്ളത്. സ്ഥിരമായിട്ട് ഇങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് വരുന്നൊരു പ്ലെയറെ RBയിൽ ഇനിയൊരു പരീക്ഷണം നടത്തണമെന്നുള്ളത് വരെ ഞാനിത് ഇന്നത്തെ ഒരു ഇൻസിഡൻറ്റ് കൊണ്ടല്ല, ഇതിപ്പം മൂന്നാമത്തെ മറ്റൊരു ഇൻസിഡൻ്റാണ് സംഭവിക്കുന്നത്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ശോകമൂകമായിട്ടുള്ളൊരു മത്സരം തന്നെയാണ്. യാതൊരു വിധത്തിലുള്ളൊരു ഇൻറ്റൻറ്റും കാണിക്കുന്നില്ല. കോച്ചിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു അപ്രോച്ച് വളരെ വ്യക്തമാണ്. ഞാൻ അറിയാലോ, ഇവാൻ ആഷാൻ അദ്ദേഹം സാധാരണഗതിയിൽ ഒരു അപ്രോച്ച് ചെയ്യുന്നതും ഈ ഒരു മാച്ച് എന്ന് വെച്ചാൽ പുള്ളി ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഇരുന്ന് ആ ഒരു ഇൻറ്റൻറ്റ് കാണിക്കുന്നില്ല. പക്ഷേ നോർത്ത് ഈസ്റ്റിന് ഈ ഒരു മത്സരത്തിലൊരു വിൻ എങ്കിൽ ആ വിൻ അത് ആവശ്യമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് കൂടുതലായിട്ട് മാച്ച് റിവ്യൂ എന്ന കണക്കൊന്നും പറയാനില്ല. നോർത്ത് ഈസ്റ്റ് അവർ ജയിക്കാൻ വേണ്ടി കളിച്ചു, നമുക്ക് ആ ഒരു ഇൻറ്റൻറ്റ് ഇല്ലായിരുന്നു എന്നുള്ളതാണ് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം. പിന്നെ എനിക്ക് ഇമ്പ്രസീവായിട്ട് തോന്നിയിട്ടുള്ളത് ഡയമണ്ട് ഡക്കോസ് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഈ ഒരു മത്സരം കളിച്ചു എന്നുള്ളതാണ്. പിന്നെ സച്ചിൻ സുരേഷിൻ്റെ 2 1-on-1 സേവ് ഉണ്ടായിരുന്നു, അത് ഈ ഒരു മത്സരത്തിൽ ഇൻട്രസ്റ്റിംഗ് ഫാക്ടറാണ്. പിന്നെ മിഡ്ഫീൽഡിൽ ഇപ്പോൾ യോഹിംബ വന്നിട്ട് അത്ര ഒരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല. പക്ഷേ അസർ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആ ഒരു ബോൾ കാലി കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി കൃത്യമായിട്ടൊരു ഒപ്പോണൻറ്റിന് കൊടുക്കാതെ നമ്മുടെ ടീമിലെ തന്നെ പ്ലേയേഴ്സിന് പാസ് കൊടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിട്ട് പറയുന്നത്. കാരണം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പാസിംഗ് ആക്യുറസിയൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസമൊക്കെ സൂപ്പർ കപ്പിൽ മറ്റൊരു മത്സരം നമ്മൾ ജംഷഡ്പൂരിനെതിരെ തോറ്റിട്ടുള്ള സമയത്ത് പല ആളുകളൊക്കെ പറയുന്നത് കണ്ടു, അതായത് നമ്മൾ 3 കൊല്ലം മുന്നേ ഒന്നും ഒരു മത്സരം പോലും ജയിക്കില്ലായിരുന്നു, നമ്മൾ ISLൽ ഇപ്പോൾ ടേബിൾ ടോപ്പിൽ നിൽക്കുകയാണ്, അതുകൊണ്ട് ഇപ്പം നമ്മൾ തോക്കുന്നതിനെ ഒന്നും കുറ്റം പറയാൻ പാടില്ല എന്നുള്ളത്. മത്സരത്തിൽ തോൽവിയും വിജയമൊക്കെ സർവ്വസാധാരണമാണ്. പക്ഷേ ഇങ്ങനെ ഒരു തരത്തിലുള്ളൊരു ഇൻറ്റൻറ്റ് കാണിക്കുന്നതിനോട് യാതൊരു വിധത്തിലുള്ളൊരു ഇതുമില്ല. ഞാൻ പറഞ്ഞില്ല, ഇന്ന് മത്സരം കണ്ടുകൊണ്ട് ഉറങ്ങിപ്പോയി എന്നുള്ളത്. സാധാരണ അത്രയും നമ്മൾ ആവേശത്തോടു കൂടിയാണ് ആ ഒരു മത്സരത്തെ സമീപിക്കുന്നത്. അങ്ങനെ ഒരു പല ആളുകളും ആ ഒരു ഇറങ്ങിപ്പോകുന്ന സാഹചര്യത്തിൽ പോകണം എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അതിൻ്റെ ഒരു റീസൺ എന്താണ്? നമ്മളുടെ ഒരു ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെയല്ലേ ഈ ഒരു മത്സരം കാണാതിരിക്കുന്നത്. അപ്പം അല്ലെങ്കിൽ സാധാരണ ഈ സൂപ്പർ കപ്പിന് ഒക്കെ അയക്കുന്ന പോലെ ഒരു റിസർവ്സ് തന്നെ അയക്കുന്നതായിരിക്കും. എന്തിനാണ് ചുമ്മാ നമ്മുടെ എന്താ പറയുക, നമ്മൾ ചുമ്മാ പ്രതീക്ഷ വെച്ചിട്ട് സൂപ്പർ കപ്പിന് അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഒക്കെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതല്ല, ചിലർ പറയുന്ന ISL ആണ് പ്രധാനം, നമ്മൾ ISLൽ കപ്പടിക്കാണ്ട് സൂപ്പർ കപ്പിൽ കപ്പടിച്ചു കഴിഞ്ഞാൽ അതിനൊരു സുഖമില്ല. ഇങ്ങനെയൊക്കെ പലവരും ഇമോഷണലി അല്ലെങ്കിൽ വികാരപരമായിട്ടുള്ള പല സാധനങ്ങളൊക്കെ കണ്ടു. അങ്ങനെ കൂടുതൽ വികാരമൊന്നുമില്ല, നമ്മുടെ വികാരം എപ്പോഴും ക്ലബിനോടാണ്. സോ ക്ലബ്ബ് ഏത് ടൂർണമെൻറ്റ് കളിച്ചാലും ജയിക്കണം, ട്രോഫി നേടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. സോ ഒരെണ്ണത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നു. എന്നാൽ അത് 2-3 കൊല്ലം ആയല്ലോ, ഞാൻ പറയുന്നില്ല. ഓക്കെ ഗൈസ്, ഏതായാലും ഞാൻ അവസാനമായിട്ടൊന്ന് പറയാണ്, ഈ ഒരു സൂപ്പർ കപ്പിലെ ഗ്രൂപ്പ് നമുക്ക് കുറച്ച് ഈസി ആണെന്ന് ഞാൻ ഗ്രൂപ്പിൻ്റെ ഡ്രോ വന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു. അതിൽ ഖേദിച്ചുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്.